41 മണ്ഡലങ്ങളിൽ ലീഡ് പിടിക്കുന്നു. ഇടതുമുന്നണി 33. ഇഞ്ചോടിഞ്ച് സ്വഭാവമുണ്ടെങ്കിലും ലീഡ് നിലയിൽ മുന്നിൽ UDF തന്നെയാണ്. ഭരണമാറ്റത്തിന്റെ സൂചനയാണോ വ്യക്തമല്ല. എന്തായാലും ആദ്യ സൂചനകൾ അത് UDF അനുകൂലമാണ്. 41 മണ്ഡലങ്ങളിലേക്ക് ലീഡ് നില UDF ഉയർത്തിയിട്ടുണ്ട്. കോഴിക്കോട് സൗത്തിൽ UDF മുന്നിലാണ്. വള്ളിക്കുന്നില് TV ഇബ്രാഹിം ലീഡ് ചെയ്യുന്നു. കുറ്റ്യാടിയിൽ LDF ലീഡ് ചെയ്യുന്നു. നാദാപുരത്ത് UDF ലീഡ് ചെയ്യുന്നു. കൊയിലാണ്ടിയിൽ K ദാസൻ മുന്നിലാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട്. തിരുവല്ലയിൽ വർഗീസ് മാമനാണ് കോൺഗ്രസ് UDF സ്ഥാനാർത്ഥി ഇപ്പോൾ ആദ്യ റൗണ്ടിൽ മുന്നിൽ നിൽക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. തിരുവല്ലയിൽ മാത്യു തോമസ് ഒക്കെ വലിയ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ വർഗീസ് മാമൻ ആദ്യഘട്ടത്തിൽ മുന്നിൽ വരുന്നു. വി മുരളീധരൻ 4 വോട്ടിന് കണക്കൂട്ടത്ത് മുന്നിൽ. ഏറ്റവും പുതിയ വിവരം അതാണ്. വി മുരളീധരൻ 4 വോട്ടിന് ഇപ്പോൾ ഒന്നായിട്ടുണ്ട്. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ പിന്നിലേക്ക് പോയി, കാസർഗോഡ് അശ്വനിയും പിന്നിലേക്ക് പോയി. പക്ഷേ BJP ഒരു സീറ്റിൽ മുന്നിൽ. അത് കഴക്കൂട്ടത്താണ്. ശോഭാ സുരേന്ദ്രൻ 13 വോട്ടിന് മുന്നിൽ. പാലക്കാട് രണ്ട് സീറ്റുകൾ NDA 2 സീറ്റുകളിൽ മുന്നിൽ. ഇപ്പോൾ NDAയുടെ കണക്കിൽ 2 സീറ്റുകൾ. BJPയുടെ ശക്തി കേന്ദ്രമാണ്. അതാണ് അവിടെ പ്രതിഫലിക്കുന്നത്. ഇതൊക്കെ മാറി മാറി വരാൻ പറ്റുന്ന ട്രെൻഡുകളാണ്. പാലക്കാട് നഗരസഭ എണ്ണുമ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ ലീഡ് എടുക്കുന്നത്. മഞ്ഞളാംകുഴിയലി 18 വോട്ടുകൾക്ക് മുന്നിലാണ്. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് മങ്കടയിൽ മഞ്ഞളാംകുഴിയലി 18. മലപ്പുറം ജില്ലയിൽ എല്ലാ സീറ്റുകളിലും UDF മുന്നിൽ. 16 സീറ്റുകളിലും. മലപ്പുറം ജില്ലയിൽ 16 സീറ്റുകളിലും UDF മുന്നിൽ. മലപ്പുറം ജില്ലയിൽ അടൂരിൽ ശാന്തകുമാർ മുന്നിൽ. കോന്നിയിൽ KU ജനീഷ് കുമാർ മുന്നിൽ. അടൂരിൽ ശാന്തകുമാർ UDF സ്ഥാനാർത്ഥി ശാന്തകുമാറോട് വിജയം പ്രതീക്ഷിക്കുന്നു. ശാന്തകുമാർ മുന്നിൽ. കോന്നിയിൽ KU ജനീഷ് കുമാർ മുന്നിൽ എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഏറ്റവും ഒടുവിലത്തെ കണക്ക് വെച്ച് നെക്ക് ടു നെക്ക് ഫൈറ്റിൽ നിന്ന് UDF ലീഡ് എടുക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 40-41 വലിയ കണക്കുകളൊക്കെ ചിലവർ കൊടുക്കുന്നുണ്ട്. അതൊന്നും തെറ്റാണ്. 40-41 2 എന്ന് പറയുന്നത് പാലക്കാടും അതുപോലെ കഴക്കൂട്ടവുമാണ്. ഈ 2 സീറ്റുകൾ അത് രണ്ടുമാണ് ഉള്ളത്. ഒപ്പം തന്നെ കാസർഗോഡും മഞ്ചേശ്വരവും BJPക്ക് ചില സൂചനകൾ നൽകുന്നുമുണ്ട്. എന്തായാലും നിലവിലെ കണക്കിൽ NDA 2 ഇടങ്ങളിൽ, തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളിൽ ലീഡ് BJP അതുപോലെ തന്നെ പാലക്കാടുമാണ് വന്നിരിക്കുന്നത്. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ 40